ജ്യോതിപകം ജീവദായകം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ്നസ് ടി വിയിലെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഡിവൈൻ വോയിസ് എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കൊരു നിമിഷം കൈകൾ കൂപ്പാം. ഹൃദയത്തിൽ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് ഓർക്കാം. ഈശോയുടെ അടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വചനം കേൾക്കാൻ പോകുന്ന ഈ സമയങ്ങൾ കർത്താവ് ഞങ്ങളെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരുടെ അധരങ്ങൾ തുറന്നതുപോലെ, കണ്ണുകൾ തുറന്നതുപോലെ, അവർക്ക് ബോധോദയം ഉണ്ടായതുപോലെ വചനം ഞങ്ങളിൽ നിറയുമ്പോൾ ഞങ്ങളുടെ അകക്കണ്ണുകൾ, അകക്കാതുകൾ, ഞങ്ങൾക്ക് ബോധോദയങ്ങളൊക്കെ ഉണ്ടാകാൻ, കർത്താവിനെ തിരിച്ചറിയാൻ, വചനത്തിലൂടെ കർത്താവിനെ കണ്ടുമുട്ടാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്നതിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലെ, ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ ജോലിസ്ഥലത്തെ, പഠന സ്ഥലങ്ങളിലൊക്കെ നിയോഗങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വചനത്താൽ അത് വിശുദ്ധീകരിക്കപ്പെട്ട് നന്മയുള്ളതാക്കി മാറ്റണമേ. ഈശോയെ നന്ദി എന്ന് പറഞ്ഞ് നമുക്കൊന്ന് സ്തുതിക്കാം. ഈശോയെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, 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 മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഇന്ന് നമ്മൾ വായിച്ച് വചനം വിചിന്തനം ചെയ്യാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് കർത്താവ് കടലിനെ ശാന്തമാക്കുന്നതിനെ കുറിച്ചാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. കർത്താവ് കടലിനെ ശാന്തമാക്കുന്ന രംഗം. കടലും ശാന്തമാക്കുന്ന ഈ രംഗത്തിൻ്റെ ഒരു പ്രത്യേകത, കർത്താവും ശിഷ്യരുമായിട്ടുള്ള ഒരു അടുപ്പത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് വിചിന്തനം ചെയ്യാം. കാരണം ഏറ്റവും അവസാനത്തെ വാക്യങ്ങളിലൊക്കെ ഈ ശിഷ്യന്മാർ കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ, കാറ്റും കടല് പോലും ഇവൻ പറയുന്നത് അനുസരിക്കുന്നല്ലോ എന്നൊരു ചോദ്യം ശിഷ്യന്മാർ ഉയർത്തുന്നുണ്ട്. അപ്പോൾ കർത്താവിനെ അറിഞ്ഞ് വരുന്ന ശിഷ്യന്മാരാണ്. കർത്താവിനെ പൂർണ്ണമായിട്ടും അവരറിഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞപ്പോൾ വീടും കുടുംബവും തങ്ങളുടെ ജോലിയും എല്ലാം ഉപേക്ഷിച്ച് ആ മനുഷ്യൻ്റെ ഒരു വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ പോയി തുടങ്ങിയിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം ആരാണ് ക്രിസ്തു, യഥാർത്ഥത്തിൽ ഇവ മിശിഹയാണോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പുള്ള ഒരു രംഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്, കടലിനെ ശാന്തമാക്കുന്ന രംഗം. നമ്മളുടെ വിചിന്തന വിഷയം എന്ന് പറയുന്നത് ശിഷ്യന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ ഈശോയെക്കുറിച്ചോ ഒന്നല്ല. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം ഈ കടലിലേക്കുള്ള യാത്രയാണ്. ഒരു മനസ്സിൽ നിങ്ങൾ ആ ഒരു ചിത്രം കാണുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. ഈശോ ശിഷ്യന്മാരും കരയിൽ കർത്താവിനെ കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ പ്രഘോഷണങ്ങൾ നടത്തുന്നു, അത്ഭുതങ്ങൾ കാട്ടുന്നു. ഇതിന് തൊട്ടു മുമ്പുള്ള ഭാഗങ്ങളൊക്കെ എന്ന് പറയുന്നത് വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. ദീപത്തെക്കുറിച്ച് നിങ്ങൾ ദീപം കെടുത്തി വെക്കരുത് അല്ലെങ്കിൽ കട്ടിനടിയിൽ വെക്കരുത് എന്നൊക്കെ പറയുന്ന രംഗങ്ങളാണ്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാർക്കും ജനങ്ങൾക്കും പ്രബോധനം നൽകുന്ന സമയങ്ങൾ, ഒപ്പം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സമയങ്ങൾ, ഇതൊക്കെയാണ് കരയിൽ സംഭവിക്കുന്നത്. പെട്ടെന്നാണ് കർത്താവ് ശിഷ്യരോട് പറയുന്നത്, നമുക്ക് അക്കരയ്ക്ക് പോകാം, അടുത്ത കരയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ പറയുന്നതിന് മുമ്പ് കർത്താവ് വഞ്ചിയിൽ കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, വാ, നമുക്ക് അടുത്ത കരയിലേക്ക് പോകാം. അപ്പോൾ അവിടെയുള്ള ഓളവും ആളുകളുടെ ജനക്കൂട്ടത്തിൻ്റെ ഒരു തിരക്കും അതിൽ നിന്ന് പെട്ടെന്ന് കർത്താവ് ശിഷ്യരോട് പറയാണ്, വാ, നമുക്ക് അക്കരയ്ക്ക് പോകാം. നിങ്ങൾ മനസ്സിലൊന്ന് കാണുകയാണെങ്കിൽ വളരെ മനോഹരമായ ചിത്രം. കാരണം ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നു. അതിനു മുമ്പിൽ ഈശോയും ശിഷ്യന്മാർ നിൽക്കുന്നു. പെട്ടെന്ന് ഈശോ ഈ വള്ളത്തിലേക്ക് കയറുന്നു. വള്ളത്തിലേക്ക് കയറിയുകൊണ്ട് ശിഷ്യന്മാരെ വിളിക്കുകയാണ്, വരൂ, നമുക്ക് അപ്പുറത്തേക്ക് അക്കരയ്ക്ക് പോകാനായിട്ട് തയ്യാറാകാം എന്ന് പറഞ്ഞ്.
അങ്ങനെ ശിഷ്യന്മാർക്ക് എന്താണ് കഥ എന്ന് പോലും അറിയില്ല. ശിഷ്യന്മാർ പെട്ടെന്ന് ആ വഞ്ചിയിലേക്ക് കയറുന്നു, വള്ളത്തിലേക്ക് കയറുന്നു. മറ്റു വള്ളങ്ങളുണ്ട്. അവർ വള്ളം തുഴഞ്ഞ് ആ അക്കരയിലേക്ക് പോകാനായിട്ട് ഒഴുകുന്നു. അപ്പോഴൊന്നും മനസ്സിലെപ്പോഴും ഒന്ന് ആ ചിത്രത്തെ കൊണ്ടുവരുമ്പോൾ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്ന സമയത്ത് നിന്ന്, പ്രബോധനങ്ങൾ കൊടുത്തിരുന്ന സമയത്ത് നിന്ന് കർത്താവ് കുറച്ച് നേരത്തേക്ക് ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് പോകാം, ഇവിടെ നിന്ന് മാറാം. ചിലപ്പോൾ ഒക്കെ ജീവിതത്തിൽ എങ്ങനെയാണ്, ഭയങ്കര നമ്മളുടെ വളരെ സന്തോഷത്തിൻ്റെ ഒരു ആധിക്യത്തിൽ നിൽക്കുന്ന സമയമാകും, കുടുംബത്തിലൊക്കെ ഭയങ്കര സമാധാനം നിറഞ്ഞു നിൽക്കുന്ന സമയമാകും, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് തന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ഈ സമയത്തായിരിക്കും കർത്താവ് പെട്ടെന്ന് നമ്മളോട് പറയുക, വരൂ നമുക്ക് അക്കരയ്ക്ക് പോകാം. ഈ പഴയ നിയമത്തിലുണ്ടല്ലോ, അബ്രാഹാം ഇസഹാക്കിനെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന ഒരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിനെ സ്നേഹിച്ച് വളർത്തുന്ന ഇസഹാക്കിനെ വളർത്തുന്ന അബ്രാഹത്തോട് ദൈവം പറയാണ്, വാ, നീ ഒരു കാര്യം ചെയ്യ്, ഈ മകനെ മോറിയ മലയിലേക്കൊന്ന് കൊണ്ടുപോയി എനിക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ. ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്തായിരിക്കും കർത്താവ് പറയുക, ഒന്ന് മാറേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നൊരു സമയം. അപ്പോൾ ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് പ്രകീർത്തനങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ്. ഇവൻ്റെ ശിഷ്യന്മാരാണ് അവൻ്റെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അവരോട് റെക്കമെൻഡേഷനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടാവും. ഈശോയുടെ അടുത്ത് ഒന്ന് പറയണം, എൻ്റെ കുഞ്ഞിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കാനൊക്കെ പറഞ്ഞ് ഇവരുടെ അടുത്ത് റെക്കമെൻഡേഷനൊക്കെ വന്നിട്ടുണ്ടാവും. ഒരു സ്വാഭാവികമായിട്ടും മിശിഹ ആരാണെന്നും ക്രിസ്തു ആരാണെന്നും കൃത്യമായിട്ടും ആഴത്തിൽ അറിയാത്ത ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രൗഢിയുടെ നിമിഷങ്ങളായിക്കൊണ്ടിരുന്ന സമയങ്ങളാണ്. കാരണം ഇത്രയധികം ജനങ്ങൾ ഈ മനുഷ്യൻ്റെ പ്രബോധനം കേൾക്കാൻ തിങ്ങിക്കൂടുന്നു. ഈ മനുഷ്യൻ വിദഗ്ധക്കാരൻ്റെ ഉപമയെക്കുറിച്ച് സംസാരിക്കുന്നു, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നു, ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരങ്ങൾ കർത്താവ് നൽകുന്നു, അന്ധനെ സുഖപ്പെടുത്തുന്നു, തളർവാതിനെ സുഖപ്പെടുത്തുന്നു, ഇങ്ങനെ സൗഖ്യങ്ങളൊക്കെ നടക്കുന്നു. ഈ സമയത്ത് ഈ ശിഷ്യന്മാരും ഒരു നിമിഷമെങ്കിലും അഹങ്കാരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രൗഢിയിലേക്ക് അവർ പോയിട്ടുണ്ടാകും. കാരണം അവരുടെ അടുത്താണല്ലോ കൂടുതൽ റെക്കമെൻഡേഷൻസ് വരിക, എന്നെ ആ ഈശോയുടെ അടുത്തേക്ക് ഒന്ന് എത്തിക്കുമോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നിന്നാണ് പെട്ടെന്ന് സ്വിച്ച് ലൈറ്റ് ഓഫ് ചെയ്യണ പോലെ ഇവിടെ നിന്ന് നമുക്ക് പോകാം എന്ന് ഈശോ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല, എന്തിനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത്, ഇത്രയധികം ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർ നിന്നെ കാത്തു നിൽക്കുകയാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ മനസ്സിലേക്ക് ആ ചിന്തകൾ വന്നിട്ടുണ്ടാകാം. ചിലപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചില മാറ്റങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുക. അപ്പോൾ നമ്മൾ തന്നെ ന്യായീകരിക്കാൻ തുടങ്ങും, എന്തിനാണ് ഞാനിപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ സമയത്ത് എന്തിനാണ് എന്നെ ഒരു ജോലി ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് എന്നെ കാണാനായിട്ട് സന്ദർശകർ വരുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ പോലെ തന്നെ ശിഷ്യന്മാരുടെ മനസ്സിലേക്കും ചിന്തകൾ വരും. അപ്പോൾ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എത്ര വലിയ സന്തോഷത്തിലാണെങ്കിലും എത്ര അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിലാണെങ്കിലും ചില സമയത്ത് കർത്താവ് നമ്മളോട് ആ വള്ളമെടുത്ത് അക്കരയ്ക്ക് പോകാനായിട്ട് ആവശ്യപ്പെടും. അതിന് മനസ്സിലേക്ക് വീണ്ടും ആ ചിത്രത്തെ കൊണ്ടുവരാം. കർത്താവ് ശിഷ്യന്മാരും കൂടി അക്കരയ്ക്ക് യാത്രയാകുകയാണ്. അക്കരയ്ക്ക് യാത്രയാകുമ്പോൾ കർത്താവ് കയറിയ ഉടനെ അമരത്ത് കിടന്നുറങ്ങുന്നില്ല. ഒരു മനുഷ്യന് ഉറങ്ങാനെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, കയറിയ വഴി ഉറങ്ങുന്ന സാധ്യമല്ല, അവനെടുക്കുന്ന റെസ്റ്റിന് വേണ്ടി എടുക്കുന്നൊരു സമയം. അത്രയും സമയങ്ങളും കർത്താവ് അവരുടെ കൂടെ ഉണർന്നിരുന്നിട്ടുണ്ടാവും. അവരെന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാകുക? ഇവർക്ക് സംസാരിക്കാനായിട്ട് വിഷയങ്ങൾ ധാരാളമുണ്ട്, കർത്താവിനോട് ചോദിക്കാൻ വിഷയങ്ങളുണ്ട്. നീ കണ്ടില്ലേ അന്ന് ആ മനുഷ്യനെ എങ്ങനെയാണ് നീ അങ്ങനെ സുഖപ്പെടുത്തിയത്, എങ്ങനെയാണ് നിനക്ക് ഇത്രയും ജ്ഞാനം കിട്ടിയത് എന്നൊക്കെ അവരോട് സംസാരിച്ചിട്ടുണ്ടാകാം. ഒരു പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കർത്താവ് അമരത്ത് ചാരി കിടന്ന് ഉറങ്ങിത്തുടങ്ങി. ഈ ഉറങ്ങിത്തുടങ്ങുന്ന സമയം, കർത്താവ് ഉറങ്ങിത്തുടങ്ങുന്ന സമയം ശിഷ്യന്മാരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ശിഷ്യന്മാരപ്പോഴും ആ ഓർമ്മകളിലേക്കായിരിക്കും, ജനക്കൂട്ടത്തോടൊപ്പമുള്ള ഓർമ്മകളിലായിരിക്കും ജീവിച്ചിട്ടുണ്ടാകുക. പരസ്പരം മിക്കവാറും പറഞ്ഞിട്ടുണ്ടാകും, നമ്മൾ ആ മനുഷ്യനെ, ആ സ്ത്രീയെ കണ്ടില്ലേ, ആ സ്ത്രീ ഇത്രയും മാത്രം വേദനിച്ചു വന്നപ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നപ്പോൾ സൗഖ്യപ്പെട്ടത് കണ്ടില്ലേ, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കപ്പെട്ടത് കണ്ടില്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ വിലയിരുത്തിക്കൊണ്ടിരുന്ന സമയങ്ങളാകാം. ചില ഓർമ്മകൾ ചില സമയത്ത് നല്ല ഓർമ്മകളാകും, പക്ഷേ നല്ല ഓർമ്മകളാണെങ്കിൽ തന്നെയും ആ ചില സമയത്ത് നമുക്ക് നാശത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ ഈ ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കടലിൻ്റെ ഗതി മാറുന്നതോ പ്രകൃതി മാറുന്നതോ കാറ്റ് ആരംഭിക്കുന്നതോ ഒന്നും ഇവർ തിരിച്ചറിയുന്നില്ല. കാരണം ഇവരുടെ സംസാരത്തിൽ എപ്പോഴും കണ്ടു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ഓർമ്മകളെക്കുറിച്ച് മാത്രമാണ് പങ്കുവെച്ചു കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ നല്ല ഓർമ്മകൾ, ചില ഓർമ്മകൾ നമ്മളെ വളരെയധികം വേട്ടയാടും. ചില ഓർമ്മകൾ, എനിക്ക് അറിയുന്ന ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട്
അവൻ ഡിപ്രഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു. അവൻ നിരാശയിലേക്ക് പോവുകയാണ്. അവന് ആ നിരാശയിൽ നിന്ന് കയറി വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അവൻ പറയുന്നതാണ്, അവന് പണ്ടൊരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ അവരുടെ വീട്ടുകാർ തമ്മിൽ ആലോചനകൾ വന്നു. പക്ഷേ ആ വിവാഹം നടന്നില്ല. പല കാര്യങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയി. ആ പെൺകുട്ടി മറ്റൊരു വിവാഹത്തിന് മുതിർന്നു. അവൾ വിവാഹം കഴിച്ചു പോയി. ഇവനും വേറൊരു വിവാഹം കഴിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞെങ്കിലും ഇവനും ഇപ്പോഴും ആ പെൺകുട്ടിയുടെ ഓർമ്മയിലാണ്. ഒരു പക്ഷേ നന്മ നിറഞ്ഞ ഒരു ഓർമ്മയിൽ നിന്ന്, ആ ഓർമ്മയിൽ നിന്ന് നമ്മൾക്ക് ഉതിർന്നു വരുന്ന നന്മകളാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അത് പാപത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ താറ് അടിക്കാൻ മാത്രമുള്ള ഒരു വിശുദ്ധിയില്ലാത്ത ഓർമ്മകളിലേക്ക് പോകാനായിട്ട് കാരണമാകും. അപ്പോൾ ഇവളെക്കുറിച്ചുള്ള ഓർമ്മ ഇവനെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ജോലി ചെയ്യുമ്പോഴും ഇവളുടെ ഓർമ്മ വരുന്നു. ഇവൻ്റെ മൊബൈലിൽ ഇവളുടെ പഴയ ഫോട്ടോസൊക്കെ, ഇവരൊരുമിച്ച് പോയ ഫോട്ടോസ്, ഇവളുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ആ ഓർമ്മയിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഇവരുടെ ചില സന്ദർഭങ്ങൾ ഇവൻ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവന് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവന് ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് അവൻ എത്തിയിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് അത്യാവശ്യം വർഷങ്ങളൊക്കെ ആയി. പക്ഷെ അവൻ ഇപ്പോഴും ആ ഓർമ്മയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിൻ്റെ മൊബൈലിൽ അവളുടെ ചിത്രങ്ങളുണ്ടെങ്കിൽ നിനക്കത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ? നിനക്കത് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ? അവളുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഓർമ്മ, അത് നിങ്ങൾ സ്നേഹിച്ചിരുന്ന കാലഘട്ടത്തിലെ ഏതെങ്കിലുമൊക്കെ ഒരു ഓർമ്മ നിൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. വളരെ വേദനയോടെ അവൻ പറഞ്ഞു, അതിനെനിക്ക് സാധിക്കില്ല അച്ഛാ, കാരണം അതാണ് ചിലപ്പോഴൊക്കെ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ ഞാൻ അവനോട് പറഞ്ഞു, ഈ ഓർമ്മകൾ ഒരു പക്ഷെ നിന്നെ മുന്നോട്ട് നയിക്കുന്നുണ്ടാവും ചില സമയത്തെങ്കിലും, പക്ഷേ അത് നിനക്ക് പാപത്തിൻ്റെ കാരണമായിട്ട് മാറും. അപ്പോൾ ഇതുപോലെ ചില ഓർമ്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഓർമ്മകളാകാം, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളാകാം. പക്ഷെ ചില ഓർമ്മകളൊക്കെ നമുക്ക് പാപത്തിന് കാരണമായിട്ട് മാറും. നമുക്ക് ചുറ്റുമുള്ളതിന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത കാരണമായിട്ട് മാറും. നമ്മുടെ സഹോദരനിലേക്ക് നമുക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്നതിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് ചില ഓർമ്മകളെ നമ്മൾ തീർത്തും ഉപേക്ഷിക്കണം. ചില ഓർമ്മകളെ വേണ്ട എന്ന് തന്നെ വെക്കാനായിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. അപ്പോഴാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേയും കൂടി ഐശ്വര്യങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ചില ഓർമ്മകളെ തീർത്തും ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വചനത്തിലൂടെ നമ്മൾ പ്രതിജ്ഞ എടുക്കാനായിട്ട് ഒന്ന് പരിശ്രമിക്കുക. ഈ ശിഷ്യന്മാർ നല്ല ഓർമ്മകളിലൂടെയാണ് കടന്നു പോയിരുന്നത്. അവർ അക്കരെ ഇരുന്നിരുന്നപ്പോൾ അവരനുഭവിച്ച ദൈവാനുഗ്രഹത്തിൻ്റെ ഓർമ്മകളായിരിക്കും അവർ കടന്നു പോയിട്ടുണ്ടാവുക. പക്ഷേ അവർക്ക് ഇന്നത്തെ സിറ്റുവേഷനിലത്തെ, അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തെ കണ്ടുമുട്ടാൻ അവർക്ക് സാധിക്കാതിരുന്നത് ഈ ഓർമ്മകളുടെ സംസാരങ്ങളാണ്. അതുകൊണ്ട് ചില ഓർമ്മകളെ നമുക്ക് എടുത്തു മാറ്റാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഈ ശിഷ്യന്മാരെ എന്നിട്ട് ഈ കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കർത്താവ് നമ്മളെ വളരെ തിരക്കുട്ട സമയത്ത്, അനുഗ്രഹത്തിൻ്റെ സമയത്ത് അക്കരയ്ക്ക് പോകണമെന്ന് വിളിച്ച് യാത്ര ആരംഭിക്കാൻ പറയും. ജോഷുവോടും മോശയോടും എസെക്കിയേലിനോടും എല്ലാ പ്രവാചകന്മാരിലോടൊക്കെ കർത്താവ് അവരോട് പറഞ്ഞിട്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന കർത്താവിനെയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. നീ വിക്കനാണോ? സാരമില്ല, അത് നീ ധൈര്യമായിട്ടിരുന്നോ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിനക്ക് മുടന്തുണ്ടോ? നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഇവർ യാത്ര ആരംഭിക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പ്രവാചകന്മാരെയും ജീവിതം പരിശോധിച്ചാൽ അങ്ങനെ തന്നെ. അവരും യാത്ര ചെയ്യാൻ ആരംഭിക്കും. പക്ഷേ യാത്രയിൽ അവർ നേരിടേണ്ടി വരുന്ന വലിയ ക്ലേശങ്ങൾ, അല്ലെങ്കിൽ ചലഞ്ചുകൾ, വെല്ലുവിളികൾ, അത് വളരെ വലുതാകും. കർത്താവ് വിളിച്ചിട്ടാണ് പോകുന്നതെങ്കിലും അതിനിടയിൽ വരുന്ന ചലഞ്ചുകളൊക്കെ ഭയങ്കര വലുതാകും. ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ, കർത്താവിനോട് എപ്പോഴൊക്കെ നമ്മൾ ചേർന്നിരുന്ന് തുടങ്ങുന്നു, അപ്പോൾ തൊട്ട് നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ വന്നു തുടങ്ങും. നമ്മൾ എപ്പോഴൊക്കെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാനായിട്ട് ആരംഭിക്കുന്നു, ആ സമയത്തൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്ക് ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ മനസ്സിലും പ്രാർത്ഥനയിലൂടെയൊക്കെ ഒരുങ്ങി, ഉപവാസത്തിലൂടെയൊക്കെ ഒരുങ്ങി ഒരു കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ആ ശുശ്രൂഷ മേഖലയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ വലിയ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ആദ്യത്തെ 3 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ കണ്ടുമുട്ടുന്നത് അങ്ങനെ തന്നെയാണല്ലോ. ജോബ് കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിട്ട് മാറിയ മനുഷ്യനാണ്. ആ മനുഷ്യനെ പിശാച്, അല്ലെങ്കിൽ അശുദ്ധാത്മാവ് കർത്താവിനോട് അനുവാദം ചോദിച്ച് പരീക്ഷയിൽ ഉൾപ്പെടുത്താനായിട്ട് തയ്യാറാകുകയാണ്. അങ്ങനെ ജോബ് പരീക്ഷയിൽ ഉൾപ്പെടുന്നത് എപ്രകാരമാണ്? ആദ്യം അവൻ്റെ ആടുകൾ നഷ്ടപ്പെടുന്നു.
പിന്നെ അവൻ്റെ ഒട്ടകത്തെ നഷ്ടപ്പെടുന്നു, അവൻ്റെ കാളകളെ നഷ്ടപ്പെടുന്നു, പിന്നെ അവൻ്റെ മക്കൾക്ക് വലിയൊരു അപകടം മരുഭൂമിയിൽ വെച്ച് സംഭവിച്ച് മരണമടയുന്നു. അങ്ങനെ അവൻ്റെ സമ്പത്തും അവൻ്റെ ജീവനായ മക്കളും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു വെല്ലുവിളിയിലേക്ക് അവൻ എത്തുകയാണ്. അവൻ്റെ ഭാര്യ അവനോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിനക്കിതൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. നീ കർത്താവിനെ തള്ളിപ്പറ, എന്നിട്ട് നീ മരണമടഞ്ഞോ, അപ്പോൾ നിനക്കിതൊക്കെ ചിലപ്പോൾ നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് അവൻ്റെ ഭാര്യ അവനെ ഉപദേശിക്കുന്നത്. പക്ഷേ അവൻ പറയുന്നത് ഇപ്രകാരമാണ്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. വെല്ലുവിളികളുടെ നടുവിലൂടെ കൊണ്ടുപോകാനായിട്ട് കർത്താവ് നമ്മളെ ചില സമയത്ത് ഒരുക്കും. അത് കൊടുങ്കാറ്റുണ്ടാകുക, പേമാരി ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, ആ സാഹചര്യം എന്ന് പറയുന്നത് അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് നടുക്ക് അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളാണ്. അപ്പോൾ ഇതുപോലെയുള്ള വെല്ലുവിളികൾ ചിലപ്പോൾ നേരിടാനായിട്ട് നമുക്ക് സാഹചര്യങ്ങളുണ്ടാകാം. ഒരു ഭയങ്കര ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജീസസ് യൂത്തിലൊരു പെൺകുട്ടി, അവൾ ഈ ആത്മീയ ഉപദേശം തേടാനിറക്കി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും കർത്താവിന് വേണ്ടി ഒരുപാട് യുവജനങ്ങളെ നേടാനൊക്കെ അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അവൾക്ക് ചില ഗിഫ്റ്റുകളൊക്കെ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് അവൾക്ക് ദർശനവരം കൊടുത്തിട്ടുണ്ട്, ഭാഷാവരത്തിൽ സ്തുതിക്കാൻ അവൾക്ക് സാധിക്കും. അങ്ങനെ ചില ഗിഫ്റ്റുകളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മനോഹരമായിട്ടുള്ള ചില സമ്മാനങ്ങളൊക്കെ കർത്താവ് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സമ്മാനങ്ങളിലൂടെയാണ് അവൾ കർത്താവിനെ സ്നേഹിക്കുന്നതും കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുന്നതും യുവജനങ്ങളൊക്കെ നേടുന്നതും. അപ്പോൾ ഇവളെ ചില സമയത്തൊക്കെ വന്ന് ചില സമയത്ത് എന്നോട് പറയുക, തീരെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്, എനിക്ക് തീരെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഒന്നാമത്തെ കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് പ്രഷറുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ചില സമയത്ത് ഞാൻ അവൈലബിൾ ആകാനിരിക്കേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകേണ്ട സ്ഥലത്ത് ഞാൻ ഉണ്ടാകാതെ പോകുന്നു, അവൈലബിൾ ആകാതെ പോകുന്നു. അപ്പോൾ വലിയൊരു പ്രഷർ എനിക്ക് വീട്ടിൽ നിന്നുണ്ട്. ഇനി അതിനൊക്കെ മറികടന്ന് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അനിയൻകുട്ടന് അവന് ഫിറ്റ്സിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ്. അപ്പോൾ എനിക്ക് അവൻ്റെ കാര്യത്തിലേക്ക് വേണ്ടി ഓടേണ്ടി വരുന്ന സമയങ്ങൾ വരുന്നു, വളരെ ആകുലത വരുന്നു. ഇപ്പോൾ പലപ്പോഴും എൻ്റെ അപ്പനും അമ്മയൊക്കെ ചോദിക്കും, നീ ഇത്രയും ജീസസ് യൂത്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചിട്ട് നിൻ്റെ അനിയനൊരു അസുഖം വരുമ്പോൾ നിനക്ക് അടുത്തിരിക്കാനായിട്ട് സാധിക്കുന്നില്ല, മറ്റുള്ളവരെ നേടാൻ പോയിട്ട് നിൻ്റെ അനിയനോടൊപ്പം ആയിരിക്കാൻ നിനക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ എന്നോട് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അനിയന് ഇതുപോലുള്ള ഫിറ്റ്സൊക്കെ വരുന്നു. ചില സമയത്ത് എൻ്റെ ആരോഗ്യം പോലും ചില സമയത്ത് വളരെ മോശമായിട്ട് മാറുകയാണ്. ചില സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനായിട്ട് എനിക്ക് സമയമില്ല. വളരെ മാരകമായ അസുഖങ്ങൾ, തീവ്രമായ പനി അല്ലെങ്കിൽ വയറുവേദന, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ, ശാരീരികമായ അസ്വസ്ഥതകൾ എന്നെ എപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുകയാണ്, എന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുക? വളരെ സ്നേഹത്തോടെ സുഗമമായിട്ട് എങ്ങനെയാണ് എനിക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുക? എനിക്ക് എപ്പോഴും വെല്ലുവിളിയാണ്. ചില സമയത്ത് ഞാൻ മടുത്തു പോകണു ഇങ്ങനത്തെ ഒരു ശുശ്രൂഷകളിലേക്ക് ഇറങ്ങാനായിട്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴൊക്കെ ആത്മാർത്ഥമായിട്ട് ഈ ശുശ്രൂഷകളിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുവോ അതിന് തയ്യാറെടുക്കുന്നുവോ അപ്പോഴൊക്കെ വലിയ വെല്ലുവിളികളെ ഞാൻ നേരിടേണ്ടി വരികയാണ്. ഞാൻ അവളോട് പറഞ്ഞു, കർത്താവിന് വേണ്ടി സങ്കീർത്തനങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്, ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ ഒരുമ്പെടുമെങ്കിൽ നീ പ്രലോഭനങ്ങളെ നേരിടാനായിട്ട് തയ്യാറാകുക. ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യൻ്റെ അടുത്തും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യൻ്റെ അടുത്തും നീ ചോദിച്ചാലും അവനും അവൾക്കും ഇതേപോലെ വലിയ കഥകൾ പറയാനുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കാത്ത വിധം അവനെ തളർത്തിക്കൊണ്ടിരിക്കുന്ന വിധം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ അവർക്കും നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. അത് ചിലപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളിലേക്കാകാം, അല്ലെങ്കിൽ ആത്മീയമായ അസ്വസ്ഥതകളിലേക്കാകാം, അല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥതകളിലേക്കാകാം. ചില സമയത്ത് നമ്മളെ പുറകോട്ട് വലിക്കുന്ന വലിയൊരു ശക്തി നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എത്രമാത്രം കർത്താവിന് അടുത്തോട്ട് പോകുന്നു അത്രമാത്രം പുറകോട്ട് വലിക്കുന്ന ഒരു വലിയൊരു ശക്തി നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കും. അത് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നതാണ്, കർത്താവിനോട് ചേർന്നിരിക്കുക, അവിടെ നിന്ന് നിങ്ങളോടും ചേർന്നിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഞാനോ നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവിനോട് ചേർന്നിരുന്നാൽ മതി. എത്ര വെല്ലുവിളികൾ ഉണ്ടായിക്കോട്ടെ, എത്ര ബുദ്ധിമുട്ടുകളിൽ കടന്നു പോകട്ടെ, എത്ര നമുക്ക് സാധിക്കുമോ എന്ന് പോലും ചിന്തിക്കുന്ന ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകട്ടെ, കർത്താവിനോട് ചേർന്നിരിക്കുക, അവിടെ നിന്ന് നിങ്ങളോടും ചേർന്നിരിക്കും. ഒരു അനുഭവം, ഒരു സാക്ഷ്യം, കഴിഞ്ഞ 2 വർഷം മുമ്പ് ജീസസ് യൂത്തിൻ്റെ വലിയൊരു പാരിഷ് കോൺഫറൻസ് എന്നൊരു കോൺഫറൻസ് ആലപ്പുഴയിൽ വെച്ച് നടത്തുകയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നടത്തുന്ന കോൺഫറൻസിൽ കടലിന് തീരത്ത് ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ്, ഒരു സ്തുതിക്കലും പാട്ടുമൊക്കെ ആയിട്ട് നമ്മളൊരു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പോകാനുള്ള പെർമിഷൻ എടുക്കാനായിട്ട് മറന്നുപോയി, അതിൻ്റെ സംഘാടകരിൽ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ആ സമയത്താണ് ഓർക്കുന്നത് അങ്ങോട്ടുള്ള പെർമിഷൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അവിടെ ഓൾറെഡി സ്റ്റേജ് സെറ്റ് ചെയ്തു,
അവിടുത്തെ സൗണ്ടുകളൊക്കെ സെറ്റ് ചെയ്തു. ഇവിടെ നിന്ന് നമുക്ക് ഈ നടക്കുന്ന ഈ പാരിഷ് കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് നടന്നു വേണം പോകാനായിട്ട് 1 കിലോമീറ്റർ നടക്കണം. ബീച്ചിലേക്കാണ് പോകുന്നത്, തീരദേശത്തേക്കാണ് പോകുന്നത്. പക്ഷെ അനുവാദം എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതിന് സംഘാടകർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ 2-3 അച്ഛന്മാരുണ്ടായിരുന്നു, അച്ഛന്മാർ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം ആ ഒരു അനുവാദം എടുത്തില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകും. ഞങ്ങൾ വേറെ ഒന്നും ആരോട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ റെക്കമെൻഡേഷന് പോകണമെന്നോ ഒന്നും പറയുന്നതിന് മുമ്പ് ഞങ്ങൾ വൈദികരെല്ലാവരും ഒപ്പം അവരെ എല്ലാവരും ചേർത്ത് നിർത്തി വട്ടം നിന്ന് ജപമാലയുടെ രഹസ്യം ഞങ്ങൾ ആരംഭിച്ചു. ഈ ജപമാലയുടെ രഹസ്യം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഈ സ്റ്റേജിൽ നിന്നും സ്ഥലത്ത് നിന്നും ആളുകൾ ഈ തീരദേശത്തേക്ക് നടന്നു തുടങ്ങി. ഓൾറെഡി ഈ പ്രോഗ്രാമിന് വന്നു തുടങ്ങി. അപ്പോൾ വളരെ ടെൻഷനാണ്. പക്ഷേ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് അവിടെ ജപമാലയുടെ ഒരു രഹസ്യം ആരംഭിച്ചു. ആ ഒരു രഹസ്യം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അന്നത്തെ ദിവസം രാത്രി 8:30, 9 മണി, 10 മണി വരെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന് വേണ്ടി നൃത്തമാടുകയും പാട്ടുപാടുകയും കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷമാണ് തിരിച്ചു വന്നത്. അതേക്കുറിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയോ അതിനെക്കുറിച്ച് ഒരു നടപടിക്രമങ്ങൾ വരികയോ അതേക്കുറിച്ച് മറ്റു ഒന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ സംഘാടകരുടെ പ്രവർത്തനങ്ങളിലേക്ക് സാരമായിട്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ കർത്താവാണ് കൃത്യമായിട്ട് അത് ഞങ്ങളെ കാത്തതെന്ന്, കർത്താവ് പരിശുദ്ധ അമ്മയുടെ ജപമാലയിലൂടെ ഞങ്ങളെ സംരക്ഷിച്ചു എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വെല്ലുവിളികൾ വരുമ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കുക. കർത്താവിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ ഈ വെല്ലുവിളികളൊക്കെ നിഷ്കരണം നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് വീണ്ടും നമ്മൾ ഈ വചനഭാഗത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവിടെ അമരത്ത് കിടന്ന് ഉറങ്ങുന്നു, വെല്ലുവിളികൾ ഉണ്ടാകുന്നു, കൊടുങ്കാറ്റുണ്ടാകുന്നു, പേമാരി ഉണ്ടാകുന്നു. ഈ ശിഷ്യന്മാരുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ. 4 ശിഷ്യന്മാർ മുക്കുവന്മാരാണ്. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, 4 പേര് മുക്കോമാരാണ്. ഈ മുക്കോമാർക്ക് എത്ര കൊടുങ്കാറ്റുണ്ടായാലും പേമാരി ഉണ്ടായാലും അവരെ സംബന്ധിച്ചിടത്തോളം കടൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗമാകുന്ന കടലിനെ, അവർ ജീവിതത്തിൻ്റെ ഭാഗമായ കടലിനെ ശാന്തമാക്കാനോ അല്ലെങ്കിൽ ശാന്തതയിലേക്ക് എപ്പോൾ എത്തുമെന്നൊക്കെയുള്ളൊരു സമയമൊക്കെ കൃത്യമായിട്ട് അവർക്കറിയാം. എങ്കിൽ പോലും അവർ അതിൽ പരാജയപ്പെടുകയാണ്, അവർക്ക് ഭയമുണ്ടാക്കുകയാണ്. അങ്ങനെ കർത്താവിനെ അവർ വിളിച്ചേൽപ്പിക്കുകയാണ്. കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കർത്താവിനോട് അവർ ചോദിക്കുകയാണ്, കർത്താവ് നീ ഞങ്ങളെ ഗൗനിക്കുന്നില്ലേ എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, കർത്താവെ നീ ഞങ്ങളെ ഗൗനിക്കുന്നില്ലേ എന്നൊരു ചോദ്യം പലപ്പോഴും പലരും ഒരുപക്ഷെ നമ്മൾ കർത്താവിനോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത്രയൊക്കെ നീ വിശ്വാസത്തിലൂടെ പോയിട്ട്, ഇത്രയൊക്കെ നീ പള്ളിയിൽ എല്ലാ ദിവസവും പോയിട്ട്, ഇത്ര ദിവസം നീ ജപമാലകളൊക്കെ ചൊല്ലിയിട്ട്, ഇതുപോലെ ഉപവാസങ്ങളൊക്കെ എടുത്തിട്ട്, ഇത്ര നീ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ട്, എന്താ കർത്താവ് നിൻ്റെ കാര്യം മാത്രം നോക്കാത്തേ? എന്തുകൊണ്ടാണ് നിന്നെ മാത്രം സംരക്ഷിക്കാത്തേ? ഈ ചോസൻ എന്ന വെബ് സീരീസിൽ മനോഹരമായി നമ്മൾക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാകണം. ചോസൻ എന്ന വെബ് സീരീസിൽ കുഞ്ഞു യാക്കോബിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. കുഞ്ഞു യാക്കോബ് ഒരു മുടന്തനായിരുന്നു. ആ മനുഷ്യൻ കർത്താവിനോട് പറയുകയാണ്, ഞാൻ ഈ മുടന്ത് വെച്ചിട്ട് എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോവുക, എങ്ങനെയാണ് സൗഖ്യപ്പെടുത്തുക? അവരെന്നെ കളിയാക്കില്ലേ, നിനക്ക് മുടന്തുണ്ട്, എന്നിട്ട് ഈ മുടന്ത് വെച്ചിട്ടാണോ നീ ഞങ്ങളെ സൗഖ്യപ്പെടുത്താൻ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് നൽകുന്ന മറുപടിയാണ്, നിനക്ക് ഈ സൗഖ്യത്തിൻ്റെ ആവശ്യമില്ല, എങ്കിൽ പോലും നീ എന്നെ വിശ്വസിക്കുകയും എന്നെ ഏറ്റുപറയുകയും ചെയ്തു. അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഴമേറിയ വിശ്വാസമെന്ന് ഈ യാക്കോബ് ശ്ലീഹായോട് കർത്താവ് ചോദിക്കുന്നുണ്ട്. ഈ നമ്മളോടും ഈ മറ്റുള്ളവർ ചോദിക്കുന്നു, നിൻ്റെ ജീവിതത്തിൽ എന്താണ് കർത്താവ് ഇടപെടാത്തത്? നീ മറ്റുള്ളവർക്ക് കർത്താവിന് കൊടുക്കുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു, നന്മ ചെയ്യുന്നുണ്ടല്ലോ, നീ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ജമാൽ ചൊല്ലുന്നുണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് നിന്നെ ഗൗനിക്കാത്തത് എന്നൊരു ചോദ്യം വരും. വയനാട് ചൂരന്മലയിലൊക്കെ വലിയ ഉരുൾപൊട്ടലും മനുഷ്യക്കെടുതികളൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ്, കർത്താവ് ഉണ്ടോ, ദൈവമുണ്ടോ, ദൈവം എന്തുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന കേൾക്കാതെ പോയത്? പക്ഷേ കർത്താവ് നിനക്ക് നൽകുന്ന അല്പം കർത്താവ് നിന്നെ ഗൗനിക്കുന്നുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. നിന്നെക്കുറിച്ചുള്ളൊരു പദ്ധതി കർത്താവിനുണ്ട്. നിൻ്റെ ഒപ്പമായിരിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. ഒരു പക്ഷേ നിനക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അറിയാൻ സാധിക്കാത്ത അത്രയും മനോഹരമായ ഒരു അക്കമ്പനിമെൻറ്റ്, നിൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ടുള്ള ഒരു നടത്തം കർത്താവ് നിന്നോടൊപ്പം സാധിക്കും. അതുകൊണ്ട് നീ വേറൊന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട. എൻ്റെ ഗൗനിക്കൽ എന്ന് പറയുന്നത് കർത്താവ് ഇവരോട് ഒൽപ്പിച്ച അല്പവിശ്വാസികളെ, നിങ്ങൾക്ക് വിശ്വാസമില്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ എന്നുള്ള വിശ്വാസം നിങ്ങൾക്കില്ലേ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കാൻ കർത്താവ് സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയിരിക്കുമ്പോൾ, വെല്ലുവിളികൾ നേരിടുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് നിങ്ങളോട് പറയുകയാണ്, ധൈര്യമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ ഒപ്പമുണ്ട്,
നിൻ്റെ ചാരത്തുണ്ട്. നീ എന്ത് ചെയ്താലും അത് എന്നിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. നിനക്ക് എന്ത് വെല്ലുവിളികളുണ്ടായാലും അതിനെ നേരിടാനായിട്ടും അതിനെ മറികടക്കാനും ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. നമുക്കൊരു നിമിഷം കരങ്ങളൊക്കെ ഒന്ന് കൂപ്പാം, കണ്ണുകളടക്കി ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയിൽ നിന്ന് കേട്ട വചനത്തിൻ്റെ ഭാഗം ഇത്രയേ ഉള്ളൂ. കടലിനെ ശാന്തമാക്കുന്ന കർത്താവ്. ഈ കടലിനെ ശാന്തമാക്കുന്ന കർത്താവ് ജനക്കൂട്ടത്തിൽ നിന്നാണ് മാറ്റപ്പെട്ട് കടലിലേക്ക് യാത്രയാകുന്നത്. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ വലിയ തിരക്കുകളിടയിൽ നിന്ന്, സന്തോഷത്തിൽ നിന്ന്, സൗഭാഗ്യത്തിൽ നിന്ന് ചിലപ്പോഴൊക്കെ കർത്താവെ നിൻ്റെ ഒപ്പം ഒന്ന് കടലിലേക്ക് പോകാനായിട്ട് നീ ഞങ്ങളെ വിളിക്കുമ്പോൾ മടികൂടാതെ വരാൻ ഞങ്ങളെ സഹായിക്കണം. ഇനി ആ കടലിലേക്ക് പോകുമ്പോൾ ചില ഓർമ്മകൾ നല്ല ഓർമ്മകളാണ്, പക്ഷെ ആ ഓർമ്മകൾ പോലും ചിലപ്പോഴൊക്കെ ഞങ്ങളെ നന്മയിലേക്ക് പകരം തിന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർമ്മകളെ വിശുദ്ധീകരിച്ച് തരണമേ എന്ന് ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് വെല്ലുവിളികൾ ഉറപ്പായിട്ടും നേരിടേണ്ടി വരും. കർത്താവിന് വേണ്ടി കടലിലേക്ക് ഇറങ്ങുമ്പോൾ വെല്ലുവിളികളെ തീർച്ചയായിട്ടും നേരിടേണ്ടി വരും. ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ നീ എൻ്റെ ചാരത്തുണ്ടെന്ന് ആരൊക്കെ എന്നോട് ഇത് ചോദിച്ചാലും, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടോ, നീ ഇത്തരം പ്രാർത്ഥിച്ച് നിനക്കൊന്നും ലഭിക്കുന്നില്ല എന്നൊക്കെ ചോദ്യം വന്നാലും, കർത്താവ് ശരിക്കും ഉണ്ടോ എന്നൊക്കെ നമ്മോട് ചോദിക്കുമ്പോഴും, കർത്താവ് എൻ്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നീ എൻ്റെ ചാരത്ത്, എൻ്റെ അടുത്ത്, എൻ്റെ ഒപ്പം ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ, നീ ഞങ്ങളുടെ മധ്യ വസിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, വിശുദ്ധ ഔസേപിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളിലും അങ്ങയുടെ പുത്രൻ്റെ വലിയ കൃപയും കാരുണ്യവും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.